സ്വപ്നം കാണാവുന്നത് പോലും നിഷേധിക്കപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ ഈ ലോകത്ത്, ഇല്ലേ? അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞുങ്ങൾ ലോകമെമ്പാടുമുള്ള കുട്ടികളിൽ നിന്നും, നമ്മുടെ ഇന്ത്യയിൽ നിന്നും 1000 കുട്ടികൾ അവർക്ക് വേണ്ടി ഒരുക്കുന്ന, അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന 2 ദിവസങ്ങളാണ് 25, 26 എന്ന ഈ തീയതികൾ. സമ്മോഹൻ എന്ന ഈ ദേശീയ കലാമേളയാണത്. അവരൊരിക്കലും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത ഈ കുഞ്ഞുങ്ങളുടെ അവരറിയാത്ത ചിറകുകൾക്ക് വർണ്ണം നൽകുകയാണ്. ഈ ഒരു വിശിഷ്ട ചടങ്ങിലേക്ക് നമുക്ക് മുന്നിലൂടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശിഷ്ട അതിഥികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട MLA ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഡിഫറൻറ്റ് ആർട്സ് സെന്ററിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സാരഥ്യം നൽകുന്ന അദ്ദേഹം, എല്ലാ പ്രവർത്തനങ്ങൾക്കും സജീവമായി എല്ലാ സഹകരണത്തോടെ നമ്മോടൊപ്പം നിൽക്കുന്ന ബഹുമാനപ്പെട്ട MLA, ഡിഫറൻറ്റ് ആർട്സ് സെന്ററിന്റെ ചീഫ് പേട്രണും ലോകോത്തര ചലച്ചിത്രകാരനുമായ പത്മവിഭൂഷൺ അടൂർ ഗോപാലകൃഷ്ണൻ സർ, സമ്മോഹൻ വെൽക്കം കമ്മിറ്റി ചെയർമാൻ മുൻ ചീഫ് സെക്രട്ടറിയുമായ ശ്രീ ജിജി തോംസൺ IAS, ഈ ഒരു അവസരത്തിൽ ബഹുമാനപ്പെട്ട MLA നമ്മളോട് 2 വാക്ക് സംസാരിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ സവിശേഷതകളുള്ള ഒരു കലോത്സവത്തിന് നമ്മുടെ നാട് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഡിഫറൻറ്റ് ആർട്സ് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ, മാജിക് അക്കാദമിയുടെ നേതൃത്വത്തിൽ, മാജിക് പ്ലാനറ്റിൻ്റെ നേതൃത്വത്തിൽ, ശ്രീ ഗോപിനാഥിൻ്റെ നേതൃത്വത്തിൽ, ഗോപിനാഥ് മുതുകാടിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നതായിട്ടുള്ള മഹത്തായിട്ടുള്ള ഈ കലാമേള, അതിന് കർട്ടൻ റൈസറാണ് നടക്കുന്നത്. അത് വലിയ വിജയമാകട്ടെ നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ആശിക്കാം, അതിനായി പ്രാർത്ഥിക്കാം. അതിനുവേണ്ട എല്ലാ വിധത്തിലുമുള്ള സഹായവും സഹകരണവും മനസ്സുകൊണ്ട് നമുക്ക് സമ്മാനിക്കാം. നമസ്കാരം. ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ ഇതിന് നേതൃത്വം വഹിക്കുന്ന ശ്രീ ഗോപിനാഥ് മുതുകാടിനെ ക്ഷണിക്കുന്നു. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടു സമൂഹത്തിന്റെ മാത്രമല്ല ഈ ശിശു കുട്ടികളുടെയും എല്ലാം ഒരു തണലായ ശ്രീ ഗോപിനാഥ് മുതുകാട്. നമ്മുടെ പ്രിയങ്കരനായ അടൂർ സാറിനോട് ഈ ഒരു അവസരത്തിൽ സംസാരിക്കുന്നവരെ അപേക്ഷിക്കുകയാണ്. നിരന്തരമായി അത്ഭുതങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ശ്രീ ഗോപിനാഥ് മുതുകാട്. അതിനൊരു അത്ഭുതമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ദേശീയ തലത്തിൽ ആദ്യമായിട്ട് മറ്റു തരത്തിൽ കഴിവുകളുള്ള കുട്ടികളുടെ ഒരു കലോത്സവം ഇവിടെ നടക്കാന്ന് പറയുന്നത് ഒരു വലിയ സ്വപ്നമാണ്. കുറച്ച് വലുതാണ്. ചെറിയ ചെറിയ സ്വപ്നങ്ങളൊക്കെ കഴിയുമ്പോൾ വലിയ സ്വപ്നങ്ങളിലേക്ക് ശ്രീ മുതുകാട് പ്രവേശിച്ചിരിക്കാം. അതിൻ്റെ വേദി വിജയമാക്കണം. ഈ രാജ്യം മുഴുവൻ കുഞ്ഞുങ്ങളെ ഇത്രമാത്രം അവരെ പറ്റി, അവരുടെ സംരക്ഷണത്തെ പറ്റി, അവരുടെ പോഷണത്തെ പറ്റിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് രാജ്യം അറിയണം. വളരെ പ്രധാനമാണ്. അതിനൊരവസരമാകട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. താങ്ക് യു സർ. ജിജി തോംസൺ സാറും ഈ അവസരത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, എത്ര കലാസന്ധ്യകൾക്ക് സാക്ഷ്യം വഹിച്ച വേദിയാണ് ഇത്. ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു കലാസന്ധ്യയാണ് ഇവിടെ ഒരുങ്ങാൻ പോകുന്നത്. ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളുടെ കഴിവ്, അവരുടെ കലാഭിരുചി എന്തെന്ന് നമ്മൾ തിരിച്ചറിയാൻ പോവുകയാണ്. അവരുടെ ഹൃദയ ലാവണ്യത്തിൻ്റെ സൗന്ദര്യം എന്തെന്ന് നാം അനുഭവിച്ചറിയാൻ പോവുകയാണ്. ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ വിസ്മരിക്കാൻ വയ്യ. ഈ കുഞ്ഞുങ്ങളെ എത്ര ക്ഷമയോടെ പരിശീലിപ്പിച്ച പ്രിയപ്പെട്ട ഗോപിനാഥ് മുതുകാടിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അവരുടെ നിസ്വാർത്ഥമായ പ്രവർത്തനമാണ് ഇന്ന് ഇങ്ങനെയൊരു അരങ്ങൊരുങ്ങാനുള്ള കാരണം. ഇത് സംഘടിപ്പിക്കുമ്പോൾ ബഹുമാനപ്പെട്ട അടൂർ സാർ പറഞ്ഞതുപോലെ നമ്മൾ തിരുവനന്തപുരംകാർക്ക് സ്വന്തം ചുമലിൽ ഏറ്റണം, ഹൃദയത്തിൽ ഏറ്റണം. ഇത് വിജയിപ്പിക്കാൻ ഒരുപാട് സഹകരണം ആവശ്യമുണ്ട്. അത് ധനം അതിലൊരു പ്രധാന ഘടകം തന്നെയാണ്.
അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്നവരും കാണുന്നവരും ഇനി കാണാൻ വരുന്നവരും ഇതിലെല്ലാം ഭാഗഭാക്കുകളാവണം. അവരാവുന്ന സഹായങ്ങൾ നൽകണം. ഈ പരിപാടിക്ക് ഒരുപാട് വോളണ്ടിയേഴ്സിൻ്റെ ആവശ്യമുണ്ട്. തിരുവനന്തപുരത്ത് വട്ടപ്പാറയിലുള്ള BMS ഡെന്റൽ കോളേജിൽ നിന്നും 50 വിദ്യാർത്ഥികൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരിതിൻ്റെ വോളണ്ടിയേഴ്സ് ആകാൻ അവർ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മാതൃക മറ്റുള്ള കോളേജുകളും ചെയ്യണം. അങ്ങനെ എല്ലാവരും ഇതിൽ പങ്കെടുക്കണം. അങ്ങനെയാണ് നമ്മളിതിന് നമ്മളുടെ ബാധ്യത എന്തെന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കുന്നത്. ഇതിൽ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങളുടെ പേരിൽ എല്ലാ നന്മകളും അവർക്ക് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് സർ. സർ പറഞ്ഞതുപോലെ ഒരുപാട് വലിയ ഒരു ഉദ്യമമാണ് സമൂഹം. ഒരുപാട് കുഞ്ഞുങ്ങളുടെ സ്വപ്നമാണ് സമൂഹം. ഇതിൽ ഒരുപാട് ആൾക്കാരുടെ സഹായവും സഹകരണവും ഹൃദയസ്പർശവും എല്ലാം ഇതിലുണ്ട്. എല്ലാവരുടെയും പേരുകൾ നമുക്ക് എടുത്തു പറയാൻ സാധിക്കില്ലെങ്കിലും എടുത്തു പറയേണ്ട ചില വ്യക്തികളുണ്ട് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ. അതിലാദ്യമായി നമുക്ക് ഈ സമൂഹത്തിന്റെ ഈ ആദ്യത്തെ താൾ ഇവിടെ തുറക്കുമ്പോൾ ഈ ഒരു സ്റ്റേജ്, ഈ മനോഹരമായ സ്റ്റേജ് സജ്ജീകരണത്തിന് സഹായിച്ച കുറച്ച് പേര് ഞാൻ പരിചയപ്പെടുത്താം. ആദ്യമായിട്ട് അജയ് ക്രിയേറ്റീവ് ആണ്, ക്രിയേറ്റീവ് സൗണ്ട് ആണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഒരുപാട് സ്നേഹത്തോടെ. ഞാൻ 2 മാസത്തിന് മുമ്പായിട്ട് പറയാം. 1 മിനിറ്റ് അജയേട്ടാ, നമസ്കാരം. നമ്മൾ ഈ ഒരു സ്വപ്നം ആദ്യം ഉണ്ടായ സമയത്ത് നാഷണൽ ലെവലിൽ ഫെസ്റ്റിവൽ നടത്തണമെന്നൊരു ആഗ്രഹം ഉണ്ടായപ്പോൾ കേരളത്തിലെ സാമൂഹ്യനീതി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുന്ന് ഒരു റെക്കമെൻഡേഷൻ അയക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഈ പരിപാടി തുടങ്ങുന്നത് 23-ാം തീയതിയാണ്. 23-ാം തീയതി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ, പ്രതിഭകളെല്ലാം ഇവിടെ വന്നു ചേരും. 23-ാം തീയതി കിൻഫ്ര ഫിലിം വീഡിയോ പാർക്കിൻ്റെ മുന്നിൽ നിന്നൊരു സ്നാക്ക് കോസ്റ്റ്യൂം, അതോടൊപ്പം തന്നെ ഒരു വിളംബര ജാഥ ഉണ്ടാവും. അന്ന് രാത്രി തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. 24-ാം തീയതി ആണ് വൈകിട്ട് ഈ പരിപാടി. 25-ാം തീയതി കുട്ടികളുടെ ആഘോഷ പരിപാടികൾ ആരംഭിക്കും. അതോടൊപ്പം തന്നെ ചർച്ചകൾ, സെമിനാറുകളെല്ലാം ഉണ്ട്. 26-ാം തീയതി അത് തുടരും. 27-ാം തീയതിയാണ് തിരിച്ചു പോകുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 4 ദിവസത്തെ ഫെസ്റ്റിവലാണ്. ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിയ സമയത്ത് ഏകദേശം ഒരു 1.5 കോടിയോളം രൂപയാണ് ഇതിനൊരു ചെലവ് പ്രതീക്ഷിക്കുന്നത്. അവർ റെക്കമെൻഡേഷൻ പോയെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് അനുവദിച്ചത് 14,27,000 രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി തുക കണ്ടെത്തേണ്ടതുണ്ട്. അതേസമയം കടകംപള്ളി സുരേന്ദ്രൻ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കാരണം ഈ ബജറ്റിൽ ഒരു 20 ലക്ഷം രൂപ കൂടി സാങ്ഷൻ ആക്കിയിട്ടുണ്ട് കേരള ഗവൺമെൻറ്റിൽ. അപ്പോൾ 34,27,000 രൂപയാണുള്ളത്. ബാക്കിയുള്ള തുക നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കും. അപ്പോൾ ഇത്രയും ആഡംബരത്തോടു കൂടി ഒരു കേട്ടറൈസർ വേണമോ എന്ന് ഒരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാവും. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും സൗജന്യമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. സൗജന്യമായി സ്റ്റേജിൻ്റെ പൈസ അടച്ചിട്ടുണ്ട്. അല്ലാത്തതെല്ലാം LED വാൾ സൗജന്യമായിട്ട് തന്നതാണ്. ഇത്രയും ലൈറ്റ് സംവിധാനങ്ങൾ മുഴുവൻ സൗജന്യമായിട്ട് തന്നതാണ്. സൗണ്ട് സിസ്റ്റം, ജനറേറ്റർ, ഇവിടെ ഇരിക്കുന്ന ഈ കസേര, ഈ സെറ്റുകൾ എല്ലാം ഓരോരുത്തരായിട്ട് സ്പോൺസർ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ട് നടത്താൻ സാധിച്ചത്. ആ സ്പോൺസേഴ്സിനോട് തീർച്ചയായിട്ടും നമ്മൾ ഹൃദയം ചേർത്ത് വലിയൊരു കയ്യടിയോടുകൂടി നന്ദി പറയേണ്ടതുണ്ട്. അത് ഈ കുഞ്ഞുങ്ങൾക്കുള്ള വലിയ അംഗീകാരം കൂടിയാണ് അവർ ചെയ്തതെന്നത് നോക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. എന്തായാലും നമുക്ക് ഇനി അവരൊന്ന് സ്നേഹപൂർവ്വം ആദരിക്കേണ്ടതുണ്ട്. ക്രിയേറ്റീവ് സൗണ്ടിലെ അജയ് ആദരിക്കുന്നതിനായി അടൂർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സൗണ്ടിൻ്റെ അദ്ദേഹമാണ്. ഞാൻ US നിന്നാണ് വിളിച്ചത്. ഒറ്റ വിളി കൊണ്ട് റെഡി എന്ന് പറഞ്ഞു. അടുത്തതായി ഷാജിയാണ്. നമുക്ക് GM പവർ സൊല്യൂഷൻസ് നിന്നും ജനറേറ്റർ സൗകര്യങ്ങൾ ഒരുക്കി തന്നിരിക്കുന്ന ഷാജിയെ ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട അടൂർ സാറിനോട് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. RST ഇന്നോവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് നമുക്ക് ഇത്രയും വലിയ മനോഹരമായ LED വാൾ ഒരുക്കി ലഭിച്ചിരിക്കുന്നത്. ശ്രീ ഗിരീഷിനെ ആദരിക്കുന്നതിനായി അടൂർ സാറിനോട് ക്ഷണിക്കുന്നു.
അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട MLA യോട് അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അജ്വ ബിരിയാണിയാണ്. ശ്രീ അഫ്താബിനെ ക്ഷണിക്കുന്നു ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി, ആദരവ് നൽകുന്നതിനായി ശ്രീ ജിജി തോമസിനെ. ഇനി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ആ 2 ദിവസങ്ങൾ സമ്മോഹൻ. DSEയിലെ പ്രധാനപ്പെട്ട വേദിയിലേറ്റാൻ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ശ്രീ ഉദയകുമാറാണ്. ഉദയകുമാറിനെ ഈ ആദരവ് സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു, ആദരവ് നൽകുന്നതിനായി ശ്രീ ജിജി തോമസിനെ. നമ്മളിപ്പോൾ കാണുന്നത് യഥാർത്ഥത്തിൽ ഒരു താരദിശയ്ക്കുള്ള ലൈറ്റ് ആൻഡ് സൗണ്ടാണ്. അതായത് ഒരുപക്ഷെ വലിയ സിനിമാ താരങ്ങൾ പങ്കെടുക്കുന്ന, ഇന്നങ്ങൾ കാണാൻ പോകുന്ന കലാപരിപാടികളുടനീളം ഈ ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ ഒരു ഷോ കാണാൻ പോവാണ്. അപ്പോൾ ഒരു വലിയ താരദിശ ഇവിടെ ഒരുങ്ങുകയാണ്. പറഞ്ഞു വന്നത്, നമ്മുടെ കുട്ടികൾ ഇവിടെ പ്രകടിപ്പിക്കാൻ പോകുന്നത് വലിയ താരങ്ങൾ പ്രകടിപ്പിക്കുന്നതിനേക്കാൾ അത്ഭുതാവകമായ കാഴ്ചകളായിരിക്കും. അങ്ങനെ അത്ഭുതാവകമായ ഒരു കാഴ്ച ഒരുക്കി ഇന്ത്യയുടെ തന്നെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട മലയാളി താരം ആദിത്യ സുരേഷാണ്. നിങ്ങളുടെ സാന്നിധ്യം, ഇവിടെയുള്ള വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ട് ഓൾറെഡി ഈ ചടങ്ങിന്റെ വിളക്ക് തെളിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ താരമായിരിക്കും ഇനി ഈ നിലവിളക്ക് കൊളുത്തി ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ആദിത്യ സുരേഷ് രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം വാങ്ങിയ, ജനിച്ചപ്പോൾ അസ്ഥി പൊട്ടുന്ന രോഗമുള്ള ആദിത്യ സുരേഷ് സംഗീതം കൊണ്ട് തന്റെ വൈകല്യത്തെ മറികടന്ന ആദിത്യ സുരേഷിനെ ഇങ്ങനെ പോരാ ക്ഷണിക്കേണ്ടത് നിങ്ങളുടെ ക്ഷണം. നമുക്ക് ഇത്രയും മനോഹരമായ സെറ്റ് ഡിസൈൻ ചെയ്ത് തന്നത് ഹൈലേഷ് ഡിസൈൻസ് പ്രൈവറ്റ് ലിമിറ്റഡിലെ ശ്രീ ഹൈലേഷിനെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി അടൂർ സാറിനോട് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു സർ. ഈ സെറ്റിൽ നിന്നാണ് ആദിത്യ സുരേഷ് ഇങ്ങോട്ടേക്ക് ഈ വേദിയിലേക്ക് എത്തുന്നത്. ഈ നിലവിളക്ക് കൊടുത്ത് ഇത് ഉദ്ഘാടനം ചെയ്യാൻ ആദിത്യ സുരേഷിനെ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഇന്നത്തെ താരം. കമ്മിറ്റി മെമ്പേഴ്സ് ഇതിനോടൊപ്പം തന്നെ ജനഹൃദയങ്ങളിൽ ഇടഞ്ഞെടുക്കുന്നു. അമ്മയുടെ ചിറകിൽ അച്ഛന്റെ കണലിൽ വിധിയെ തനിക്ക് ജന്മസിദ്ധമായി കിട്ടിയ സംഗീതം കൊണ്ട് പാടി തോൽപ്പിച്ച് വേദികൾ കീഴടക്കുന്ന അതുല്യ പ്രതിഭ. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരത്തിന്റെ നിറവിൽ നിൽക്കുന്ന ആദിത്യ സുരേഷിന് ഡിഫറൻറ്റ് ആർട്സ് സെന്ററിന്റെയും യൂണിവേഴ്സൽ എംപവർമെന്റ് സെന്ററിന്റെയും മാജിക് പ്ലാനറ്റിന്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ആ കൊച്ചു മെഡിക്കൽ എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാര ജേതാവായ ആദിത്യ സുരേഷ്. അതിനു മുമ്പ് കേരള സർക്കാർ ഉജ്ജ്വൽ ബാല പുരസ്കാരം നൽകി ആദരിച്ച ആദിത്യ സുരേഷ്. നോക്കൂ, രണ്ടിലും ഉജ്ജ്വലനായ ബാലനാണ്. അത് വൈകല്യത്തിന്റെ ഉജ്ജ്വലതയല്ല, തന്റെ കലാപ്രകടനത്തിന്റെ ഉജ്ജ്വലത കൊണ്ട് സവിശേഷമായ അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ആദിത്യ സുരേഷ് നിലവിളക്ക് കൊളുത്തി സമ്മോഹന്റെ ഈ കർട്ടൻ റൈസർ ഇവന്റ് ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ആദിത്യയെ നമുക്ക് ഇവിടെ നിന്ന് ആദരിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട അടൂർ സാറിനോട് ആദിത്യയെ ഒന്ന് പൊന്നാട അണിയിച്ച്
ആദരിക്കലോടെ ഇവിടെ പൂർണ്ണമാകുന്നില്ല. ഈ കൊച്ചു മിടുക്കൻ്റെ, ഈ അത്ഭുത മിടുക്കൻ്റെ പാട്ട് കേൾക്കണമെന്ന് ഇവിടെ ഇരിക്കുന്നവര് എല്ലാവരുടെയും മനസ്സിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പാട്ട് പാടിയാലോ? നമ്മളിരിക്കുന്ന ഈ വേദിയുടെ പേര് നിശാഗന്ധി എന്നാണ്. മലയാളത്തിന്റെ പുണ്യമായ ONV കുറുപ്പ് നിശാഗന്ധി നീ എത്ര ധന്യ എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. ഞാൻ ആ കവിതയിലെ 2 വരികൾ നിങ്ങളെ ഓർമ്മിപ്പിക്കും. ഒരുപക്ഷെ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ONV കുറുപ്പ് ഒരിക്കൽ പോലും നിശാഗന്ധി എന്ന് പറയുന്ന പുഷ്പത്തെക്കുറിച്ച് എഴുതിയ കവിത ഈ ഭിന്നശേഷി മക്കളെക്കുറിച്ചുള്ള കവിതയായി മാറുമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. ആ കവിതയുടെ 2 വരികൾ ഇങ്ങനെയാണ്: ഇവർക്ക് അന്ധകാരം നിറഞ്ഞൊരു ലോകം വിധിക്കപ്പെടുമ്പോൾ, ജനിച്ചെന്ന തെറ്റിന് ജീവിക്കുമെന്നേ വിധിക്കപ്പെടുമ്പോൾ. ഒന്നുകൂടെ വായിക്കാം. ഇവർക്ക് അന്ധകാരം നിറഞ്ഞൊരു ലോകം വിധിക്കപ്പെടുമ്പോൾ, ജനിച്ചെന്ന തെറ്റിന് ജീവിക്കുമെന്നേ വിധിക്കപ്പെടുമ്പോൾ. നിശാഗന്ധിയെക്കുറിച്ചാണ് എഴുതിയത്. കാരണം രാത്രി മാത്രം പുഷ്പിക്കുന്നതാണ്. അന്ധകാരത്തിൽ മാത്രമാണ് നിശാഗന്ധിയുടെ സൗന്ദര്യം പ്രതിഫലിക്കുന്നത്. പക്ഷേ ജനിച്ചെന്ന തെറ്റിന് അത് ജീവിക്കുകയാണ്. അങ്ങനെ എത്രയെത്ര മക്കൾ രാജ്യത്തിൻ്റെ ഏതെല്ലാം കോണുകളിൽ അന്ധകാരത്തിൽ ഇരുട്ടുമുറികളിൽ കഴിയുന്നുണ്ട്. ആ മക്കളെ ചേർത്ത് പിടിക്കാൻ, വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ, നിശാഗന്ധിയെ പോലെ തന്നെ അതിൻ്റെ തിളക്കമറിയാൻ ഗോപിനാഥ് മുതുകാടും ഈ ഡിഫറൻറ്റ് ആർട്ട് സെൻറ്ററും ചെയ്യുന്ന ഈ പ്രവൃത്തിക്കൊപ്പം നിൽക്കുമെന്ന് ഞാൻ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തി പ്രതിജ്ഞ ചെയ്യുന്നു. ഇത് എൻ്റെ മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിജ്ഞ നിങ്ങളുടേത് മാത്രമാണ്. ഞാൻ ഈ സമ്മോഹനപ്പവും ഈ സമ്മോഹനമായ പ്രവൃത്തിക്കൊപ്പവും ഒപ്പം നിൽക്കുമെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു.